നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നമ്മൾ കേട്ടൊരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആ ഒരു സംഭവം ഉണ്ടായത്. ഇന്ന് രാവിലെ നമ്മൾ അറിയുന്നുണ്ട്, ഷംസീർ, നമ്മുടെ സ്പീക്കർ AN ഷംസീറിന്റെ സഹോദരിയുടെ മരണ വാർത്ത. 42 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഈ 42-ാം വയസ്സിൽ ഷംസീറിന്റെ സഹോദരിയുടെ മരണം അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെ മാത്രം അറിയാവുന്ന ചിലരുണ്ട്, അദ്ദേഹത്തിന്റെ സഹോദരിയെ ആദ്യമായി കേൾക്കുന്നവരുമുണ്ട്. അവരെല്ലാവരും ഒന്നടങ്കം പറയുന്നു അയ്യോ പാവമെന്ന്. കാരണം 42 വയസ്സെന്ന് പറയുന്നത് ഒരു വയസ്സല്ലല്ലോ. മരണകാരണം ഈ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ഹൃദയാഘാതം തന്നെയാണ്. ഹൃദയാഘാതത്തിന് ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പ്രായമൊന്നുമില്ല എന്ന് നമ്മൾ കുറെ നാളുകളായി കേൾക്കുന്നുണ്ട്. പ്രവാസ ലോകത്ത് നിന്നായിരുന്നാലും ദിവസവും കുറഞ്ഞത് 2 വാർത്തയെങ്കിലും പ്രവാസികളുടെ ഈ ഹൃദയാഘാതം മൂലം പ്രവാസികൾ മരിച്ചു എന്നൊരു വാർത്ത നമ്മൾ കേൾക്കാതെ പോകാറില്ല. പ്രവാസ വാർത്തകൾ അത്രയും ശ്രദ്ധിക്കാത്തവർ പോലും ഇത്തരത്തിൽ പ്രവാസികൾക്കിടയിൽ ഉണ്ടാകുന്ന ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ച ചെയ്തിട്ടുമുണ്ട്. മലയാളി വാർത്തയ്ക്ക് തന്നെ പ്രവാസി മലയാളി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അതിൽ നിരന്തരം പ്രവാസികൾ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള ദുരന്ത വാർത്തകളെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. കാരണം പ്രവാസികളെ കുറിച്ച് അല്ലെങ്കിൽ പ്രവാസികൾ അനുഭവിക്കുന്ന ഈ ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മരണം വളരെ പ്രായം കുറഞ്ഞ 21, 22, 23, 31, 32, 42 എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രായം കുറഞ്ഞവർ മരണപ്പെടുമ്പോൾ അത് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടതാണ്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിദേശ രാജ്യങ്ങളിൽ പോയി പലതരത്തിലുള്ള കാര്യങ്ങൾ, പല വീമ്പൻ കാര്യങ്ങൾ വീമ്പിളക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രവാസികൾ അനുഭവിക്കുന്ന ദുഃഖം എന്താണെന്നോ ആരോഗ്യ മേഖലയിൽ അവർക്കുണ്ടാകുന്ന ദുരന്തങ്ങൾ എന്താണെന്നോ പഠിക്കാതെയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെയുമാണ് ഈ പൊറാട്ട് നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. AN ഷംസീറിന്റെ സഹോദരിയുടെ വേർപാടിൽ അക്ഷരാർത്ഥത്തിൽ ആ കുടുംബം ഒന്നടങ്കം ഉലഞ്ഞു പോയിരിക്കുകയാണ് എന്നുള്ളതാണ്. AK നിഷാദ് ഭർത്താവാണ്. മസ്കറ്റിൽ നിന്നും അദ്ദേഹം എത്തി. അല്പസമയം മുൻപാണ് ഖബർസ്ഥാനിയിൽ ഖബറടക്കം നടന്നത്. 2 മക്കളുണ്ട്. ബിടെക് അടക്കം പഠിക്കുന്ന വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് ഉള്ളത്. AN ഷംസീറിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം മരണ വീട്ടിലിരിക്കുന്നത്. ഹൃദയം ഉടഞ്ഞ് വളരെ വേദനയോടുകൂടിയാണ് അദ്ദേഹം ഒക്കെ തന്നെ അവിടെ നിൽക്കുന്നത്. വൈരളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിയിൽ ഖബറടക്കം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതും എടുത്തു പറയേണ്ടതും പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്യാറേയില്ല. ഹൃദയാഘാതത്തിന് അങ്ങനെ പ്രായഭേദമില്ല എന്ന് വ്യക്തമാവുകയാണ്. പലരും ഈ കാര്യം, ഒരുപക്ഷെ ഈ ഒരു വാർത്തയ്ക്ക് പോലും വേണ്ടത്ര ഈ ജനശ്രദ്ധ കിട്ടണമെന്നില്ല, വ്യൂസ് കിട്ടണമെന്നില്ല. കാരണം ഇത്തരം വാർത്തകളൊന്നും ആർക്കും വേണ്ടല്ലോ. അവഹിതവും അതുപോലെയുള്ള മറ്റ് വാർത്തകൾക്കും ഒക്കെ കിട്ടുന്ന വ്യൂസിന്റെയോ അല്ലെങ്കിൽ ശ്രദ്ധയുടെയോ പകുതിയുടെ പകുതി പോലും ഇത്തരം വാർത്തകൾക്ക് ലഭിക്കാറില്ല. പക്ഷേ അടിയന്തര ശ്രദ്ധ വേണ്ടതും അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജിൽ വേണ്ട ചികിത്സ കിട്ടാതെ ഹൃദയാഘാതം മൂലം വേണുവെന്ന 45 വയസ്സുകാരൻ മരണപ്പെട്ടത്. ഹൃദയാഘാതത്തിന് പ്രായക്കുറവാണ് ഏറ്റവും വലിയ മാർഗം, അല്ലെങ്കിൽ പ്രായക്കുറവാണ് ഇപ്പോൾ ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് മാറിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. കേരളത്തിൽ ഹൃദയാഘാതത്തിന് പ്രായം കുറഞ്ഞു വരികയാണ്. മുൻപ് 60 പിന്നിട്ടവരെ അസുഖമായിരുന്നു ഇത്. എന്നാൽ ഇന്ന് 25-നും 45-നും ഇടയിൽ വരുന്ന ഹാർട്ട് അറ്റാക്ക് വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ചെറുപ്പക്കാരിൽ അറ്റാക്ക് വരുന്നവരിൽ 25% 30 വയസ്സിൽ കുറവുള്ളവരാണ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഇപ്പോൾ ഈ ഒരു ശതമാനക്കണക്ക് കൂടുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ് കേരളത്തിൽ. 20% ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഹൃദ്രോഗമുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. 1993-ൽ ഇത് 1.4% മാത്രമായിരുന്നു. 30 വർഷം കൊണ്ട് ഹൃദ്രോഗ സാധ്യത കുതിച്ചുയർന്നു. 2000-ന് ശേഷം ഹൃദയാഘാത നിരക്ക് വർഷം 2% കൂടുകയാണ്. 63,000 തീവ്ര ഹൃദയാഘാതങ്ങൾ ഒരു വർഷം കേരളത്തിന് ഉണ്ടാവുകയാണ്. ഇതിൽ ചെറുപ്പക്കാരാണ് ധാരാളം. ഓരോ വർഷവും ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റികളുടെ എണ്ണവും വളരെ കൂടുതലാണ്. ഏതാണ്ട് 45,000 ആൻജിയോപ്ലാസ്റ്റിയാണ് കഴിഞ്ഞ വർഷം ചെയ്തത് എന്ന വിവരമാണ് വരുന്നത്. എന്നാൽ ഈ വർഷം അത് ഇപ്പോൾ തന്നെ 50,000 പിന്നിട്ടു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരവും വരുന്നുണ്ട്. ഇതിൽ തന്നെ 12,000 ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി ചെയ്യുന്ന പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയാണ്. ഈ ചെറിയ സംസ്ഥാനത്ത് 120 കാത്ത് ലാബുകളുണ്ട്. ആധുനിക ചികിത്സ ലഭ്യമാകുന്നത് കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് മരണങ്ങൾ നമുക്ക് കുറയ്ക്കാനാവുന്നത് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്.
ചെറുപ്പത്തിൽ തന്നെ അറ്റാക്ക് വരുന്നതിന് പല കാരണങ്ങളാണ് ഹൃദ്രോഗ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നിയന്ത്രണമില്ലാത്ത BP, പ്രമേഹം, കൊളസ്ട്രോൾ, അമിതവണ്ണം, പുകവലി, തീരെ വ്യായാമമില്ലാത്ത ജീവിതം മുതലായ പരമ്പരാഗത അപകട ഘടകങ്ങൾക്ക് പുറമെ മറ്റു ചില കാരണങ്ങളും ചെറുപ്പക്കാരിൽ അറ്റാക്കിന് വഴിവെക്കുന്നുണ്ട്. അമിത വ്യായാമം ശരീരവടിവിന്, സിക്സ് പാക്കിനും ഒക്കെ ആയിട്ട് സമയപരിധി ഇല്ലാതെ ചെയ്യുന്ന അമിത വ്യായാമം ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്നവയാണ്. ശരീരത്തിന് പറ്റാവുന്നതിലപ്പുറവും വലിച്ചിഴച്ചാൽ ഹൃദയം താങ്ങില്ല. മിതമായ വ്യായാമം ആഴ്ചയിൽ 180 മിനിറ്റ് മതി. തീവ്ര വ്യായാമം 75 മിനിറ്റും. പലരും 300 മുതൽ 450 മിനിറ്റ് വരെ ആഴ്ചയിൽ കഠിന വ്യായാമം ചെയ്യാറുണ്ട്. അപ്പോൾ ഓവർ ട്രെയിനിങ് സിൻഡ്രോം, OTS എന്ന സിൻഡ്രോം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അമിത വ്യായാമം ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളിലും OTS കാണാറുണ്ട്. പേശികളെ അമിതമായി അലട്ടിയാൽ ഈ റബ്ഡോമയോലൈസിസ് ഉണ്ടാകും. പേശികളിൽ ചെറുമുറിവുകൾ ഉണ്ടാകും. ഹൃദയപേശികളിലും ഇത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മയോഗ്ലോബിൻ ചോർന്ന ദോഷമുണ്ടാകും. കഠിന വ്യായാമം അമിതമായാൽ ധമനികളിൽ കാൽസ്യം അടിഞ്ഞ് പാക്കുകൾ രൂപപ്പെട്ട് ബ്ലോക്കുകൾ ഉണ്ടാവുകയും ചെയ്യും. ചൂടായ ശരീരം തണുക്കുകയും വേണം. കഠിന വ്യായാമത്തിന് ശേഷം ശരീരത്തിന് കൃത്യമായ വിശ്രമവും വേണം. മിക്കവരും ഇതിൽ ശ്രദ്ധിക്കുന്നുമില്ല. അതിനാൽ സ്ട്രെസ് ഹോർമോൺ കൂടി നിൽക്കുകയും ചെയ്യും. ജീനുകൾ തോക്ക് നിറയ്ക്കുന്നത് പോലെ നിറയ്ക്കും. അപകടഘട്ടങ്ങൾ കാഞ്ചി വലിക്കുന്നു. ഹൃദയാഘാതം വരാൻ പാരമ്പര്യ ജനിതകപരമായ പ്രവണത 15% വരെയുണ്ട്. 50 വയസ്സിന് ശേഷം അച്ഛനോ അമ്മയ്ക്കോ ഹൃദയാഘാതം വരുന്നവരിൽ അതുകൊണ്ട് തന്നെ സാധ്യത കൂടുതലാണ്. ചില ജീനുകളുടെ സ്വാധീനം ഹൃദയാഘാതത്തിന് സാധ്യത കൂട്ടുന്നു. അതിനൊപ്പം മറ്റ് അപകടങ്ങൾ കൂടി വന്നാൽ സാധ്യത 10 മടങ്ങുണ്ടാവും. ചെറുപ്പക്കാരിലെ മദ്യത്തിന്റെ അമിത ഉപയോഗവും മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അമിത മനസമ്മർദ്ദം എന്നിവ പുതിയ കാലത്ത് വലിയ അപകടം ഉണ്ടാക്കാറുണ്ട്. അജ്ഞാത കാരണങ്ങൾ കൂടി വരാറുണ്ട്. കൊറോണറി ആർട്ടറിയിൽ വലിയ ബ്ലോക്ക് ഇല്ലാതെ തന്നെ ഹൃദ്രോഗം വരുന്നതായി നിരീക്ഷിക്കുന്നുണ്ട്. സൂക്ഷ്മ ധമനികളിലും ലോമിക്കുകളിലും ഉണ്ടാകുന്ന താൽക്കാലിക തടസ്സങ്ങളാണ് ഇതിന് കാരണം. ആൻജിയോഗ്രാമിൽ ഇത് പരിശോധിക്കാറില്ല. ധമനികൾ ചുരുങ്ങി രക്തസഞ്ചാരം കുറയുന്നതും മറ്റൊരു കാരണമാണ്. കോവിഡ് എന്ത് ചെയ്തു എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കോവിഡ് വരുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ ഹൃദയാഘാത നിരക്ക് വളരെ ഉയർന്നു നിൽക്കുന്നുണ്ട്. കോവിഡാനന്തരം മയോകാർഡൈറ്റിസ് എന്ന ഹൃദയപേശി രോഗം കൂട്ടിയതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. പേശി സങ്കോചന ശേഷി കുറയുന്നതാണ് പ്രശ്നമാകുന്നത്. കോവിഡ് പലതരത്തിലുണ്ടാക്കിയ ഈ സ്ട്രെസ്സും ഹൃദയരോഗത്തെയും ബാധിച്ചു കാണണം. കോവിഡ് ഹൃദ്രോഗത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനം നടത്താൻ ICMR തീരുമാനിച്ചിട്ടുണ്ട്. 25 കഴിഞ്ഞാൽ വേണം പരിശോധനകൾ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന 50% ആളുകളിലും ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാറില്ല. അതിനാൽ 30 വയസ്സാകും മുൻപ് തന്നെ നിർബന്ധമായും ആരോഗ്യ പരിശോധനകൾ നടത്തി ആരോഗ്യം ഉറപ്പാക്കണം. പ്രത്യേകിച്ചും പുരുഷന്മാർ. ധമനികളുടെ ജരിതാവസ്ഥ ചെറുപ്രായത്തിൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. കഠിന വ്യായാമ പദ്ധതി തുടങ്ങും മുൻപേ ഡോക്ടറുടെ ഉപദേശം തേടുകയും വേണം. എന്നാൽ മാത്രമേ ഒരു പരിധിവരെയൊക്കെ ഇതിൽ നിന്നും രക്ഷ നേടാനും സാധിക്കുകയുള്ളൂ.